പത്തനംതിട്ടയിൽ പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി മുറിഞ്ഞുകല്ലിൽ വെച്ച് ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിച്ച് കാർ യാത്രികരാണ് മരിച്ചത്. മലേഷ്യയിൽ നിന്നും മധുവിധു ആഘോഷിച്ച് മടങ്ങിയെത്തിയ നവദമ്പതികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. സ്ഥിരം അപകട മേഖലയായ റോഡിലാണ് 4 പേരുടെ ജീവൻ പൊലിഞ്ഞത്. നവദമ്പതികളായ നിഖിൽ, അനു, നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരാണ് മരിച്ചത്. മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി സ്വദേശികളാണിവർ. ഇക്കഴിഞ്ഞ നവംബർ 30-നാണ് നിഖിലും അനുവും വിവാഹിതരായത്. മലേഷ്യയിൽ പോയി മടങ്ങി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. വിമാനത്താവളത്തിൽ നിന്ന് ബിജുവും മത്തായി ഈപ്പനും ചേർന്ന് മക്കളെ കൂട്ടി തിരികെ വരുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. മല്ലശ്ശേരിയിലുള്ള വീടിന് 5 കിലോമീറ്റർ മാത്രം അകലെ വെച്ചായിരുന്നു പുലർച്ചെ 4:15 ദാരുണ സംഭവം. ഇവർ സഞ്ചരിച്ച കാർ ആന്ധ്രയിൽ നിന്ന് വന്ന ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ബിജു ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. മുൻ സീറ്റിൽ മത്തായി ഈപ്പനും ഉണ്ടായിരുന്നു. നിഖിലും അനുവും പിൻസീറ്റിലായിരുന്നു. അനു ഒഴികെ 3 പേരും തൽക്ഷണം മരിച്ചു. കാർ വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരെയും പുറത്തെടുത്തത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അനുവും മരിച്ചു. കാർ ആ വാഹനത്തെ ഇടിച്ചു കയറുമായിരുന്നു. ഉറങ്ങിപ്പോയതാണെന്നാണ് പറയുന്നത്. ഒരു മലേഷ്യ പോയി ടൂർ പോയിട്ട് വന്ന് അച്ഛനും പെണ്ണിന്റെ അച്ഛനും ചെറുക്കൻ്റെ അച്ഛനും പോയി. അവർ 4 പേരുമാണ്. ഉറങ്ങിപ്പോയതാണ്. ഇവിടെ വലിയൊരു അപകടം വരില്ല. തൊട്ടടുത്ത ജംഗ്ഷൻ മുറിഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6 ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞു. എന്താ വെച്ചാൽ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡിന് മുകളിൽ പരിക്കനില്ല. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ വണ്ടി സ്കിഡാവുക, ആക്സിഡന്റ് ആവുക. അത് ഈ മുറിഞ്ഞകല്ല് മുതൽ നെടുങ്കാവ് വരെ നിത്യ സംഭവമായി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംഭവം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. ഇടത്തിട്ടയിലെ മോർച്ചറിയിൽ 4 പേരുടെയും മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലെത്തിയ ശേഷം സംസ്കരിക്കും. അനുവിനത് ചെറിയൊരു അനക്കം ഉണ്ടായി. അങ്ങനെ പത്തനംതിട്ട ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ മരണപ്പെടുകയായിരുന്നു. മറ്റേ 3 ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു. ചടങ്ങുകളൊക്കെ അതൊക്കെ പിന്നീടാണ് തീരുമാനിക്കുന്നത്. വിദേശത്ത് നിന്ന് ഉണ്ട്, ബന്ധുക്കളൊക്കെ വരാനൊക്കെ ഉണ്ട്, മക്കളൊക്കെ വരാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പം മോർച്ചറിയിലോട്ട് കൊണ്ടുപോയേക്കാണ്, ബോഡിയെ കൊണ്ടുപോയേക്കാണ്. ഇവിടെ നിൽക്കുന്ന ബന്ധുക്കാരും രാഷ്ട്രീയക്കാരും ആൾക്കാർ അയൽവക്കക്കാർ എന്ന് വേണ്ട എല്ലാവരും ഉണ്ട്. പിന്നെ ഈ കോന്നിയിൽ ഇന്ന് പള്ളിയിലെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുർബാനയൊക്കെ നടക്കുന്ന സൺഡേ അല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുമുണ്ട്. പിന്നെ അറിഞ്ഞു കേട്ടവരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ആന്ധ്ര തീർത്ഥാടക സംഘത്തിലെ ആർക്കും പരിക്കുകളില്ല. ജനം, പത്തനംതിട്ട.